ഹലോ ഹലോ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നിങ്ങളുടെ ഭർത്താവ് അയാളുടെ കമ്പനി ഓണർ സ്നേഹയുമായി ഒരു അവിഹിത ബന്ധം പുലർത്തുന്നുണ്ട്. ദിവസവും ഉച്ച കഴിഞ്ഞാൽ സ്നേഹയുടെ കൂടെയാണ് കിടപ്പ്. എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിലെ ആരോട് ചോദിച്ചാലും മതി. എന്തിന്? മാസം തോറും 2 ലക്ഷം രൂപ അധികം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അയാൾ കമ്പനി വിട്ട് വരുന്നില്ല. ഇത് ഞാൻ വിശ്വസിക്കില്ല. അധികം വൈകാതെ സ്നേഹ ആദിത്യയുടെ കുഞ്ഞിനെ പ്രസവിക്കും. അപ്പൊ വിശ്വസിച്ചാൽ മതി. അതോടെ അയാൾ നിങ്ങളെ ഒഴിവാക്കി സ്നേഹയെ കല്യാണം കഴിച്ചു കൂടും. അപ്പോഴെങ്കിലും ഇതെല്ലാം വിശ്വസിച്ചാൽ മതി. ഈ നമ്പർ ഏൽക്കുവോ? ഇതോടെ അവന് ഒന്നുകിൽ ഭാര്യയെ നഷ്ടാവും, അല്ലെങ്കിൽ സ്നേഹയെ. രണ്ടായാലും നമുക്ക് ഗുണം തന്നെ. മൂന്നാറിലെ റിസോർട്ടിന്റെ ജോലികൾ അടുത്ത ആഴ്ച തന്നെ തുടങ്ങും കേട്ടോ. അത് 21-നല്ലേ? അതെ. അല്ല, കഴിഞ്ഞ ദിവസം RP ഗ്രൂപ്പ് കമ്പനിയിൽ നിന്നും വർമാജിക്ക് നല്ലൊരു ഓഫർ വന്നുവെന്ന് കേട്ടു. എന്തായി? ഈശ്വര, ഇവിടെ മിണ്ടാപ്പൂച്ചയായിട്ടിരുന്നിട്ട് ഇതൊക്കെ എങ്ങനെ കൃത്യമായി മണത്തറിയുന്നു? ഏതായാലും ഞാൻ ആ ഓഫർ ഒഴിവാക്കി. വർമാജി പ്ലീസ്, ഈ കമ്പനി ഉപേക്ഷിച്ച് പോകരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നോക്ക് സ്നേഹ, ഞാൻ അങ്ങനെ കമ്പനി ഉപേക്ഷിച്ചു പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അടുത്ത മാസം മുതൽ ഞാൻ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാം, കൂടാതെ ലാഭത്തിന്റെ വിഹിതവും. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമായി വരുമ്പോൾ ഞാൻ ചോദിക്കാം. വർമാജി, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. രാത്രിയിലെ ഡിന്നർ വീട്ടിൽ നിന്നാകാം. വർമാജി എന്തായാലും വരണം. അതെന്താ എന്നെ മാത്രം വിളിക്കുന്നത്? വിവാഹശേഷം ഞാൻ കുടുംബസമേതം മാത്രമേ എവിടെയും പോകാറുള്ളൂ. ജീവിതത്തിൽ എന്റെ ആകെ ഒരു ഫ്രണ്ട് വർമാജി മാത്രമാണ്. പിന്നെ ഒരു അല്പം സ്വകാര്യ നിമിഷങ്ങൾ നമുക്ക് നമ്മുടേതായി പങ്കുവെക്കാലോ. ഇന്നത്തോടെ ഞാൻ ചേട്ടന്റെ എല്ലാ ടെൻഷനും മാറ്റിത്തരും. നോക്ക്, എന്റെ ടെൻഷൻ മാറ്റാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുണ്ട്. എനിക്ക് ഒരിക്കലും അവളെ വഞ്ചിക്കാൻ പറ്റില്ല. അതിന് അവരിപ്പോൾ ഇതൊന്നും അറിയാൻ പോണില്ലല്ലോ. നോക്ക് സ്നേഹ, നിങ്ങൾ എന്റെ കമ്പനിയുടെ ഓണറാണ്. ഒരിക്കലും ആ സ്റ്റാൻഡ് വിട്ട് സംസാരിക്കരുത്. ഓക്കെ, എന്നാൽ പിന്നെ വർമാജി ഭാര്യയും മകളുമായി എന്റെ വീട്ടിലേക്ക് വരണം. ഞാൻ കാത്തിരിക്കും. യു മസ്റ്റ് കം. ഓക്കെ, താങ്ക് യു. എന്തു പറ്റി? ആളിന്ന് നല്ല റൊമാൻറ്റിക് ആണല്ലോ. ഹേയ്, ഒന്നുമില്ല. നോക്ക്, ഓണർ സ്നേഹയുടെ ബർത്ത്ഡേ ആണ്. നമ്മളെ രാത്രി ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. പോകാം. ഞാനില്ല. അതെന്താ? ദിവസവും ഈ വീടിന്റെ മുന്നിലൂടെയല്ലേ അവൾ പോകാറുള്ളത്. ഒന്നിവിടം വരെ വന്ന് എന്നെ മോളെ ക്ഷണിക്കാനുള്ള മനസ്സ് അവൾക്ക് തോന്നിയോ? മോളെ, ഈ സ്നേഹ വളരെ പാവാണ്. നിനക്കറിയോ, അവള് ഭയങ്കര പണച്ചക്ക. വളരെ മോഡേണായി ജീവിച്ചൊരു കുട്ടി. ചെറുപ്രായത്തിലെ അവളുടെ വിവാഹവും കഴിഞ്ഞു. പക്ഷെ വിവാഹ ജീവിതം ഭയങ്കര ദുരന്തമായിരുന്നു. എന്തു പറ്റി? സൂരജ് മുതലാളിക്ക് മദ്യത്തോടും വേശ്യകളോടുള്ള പ്രിയം കുറച്ച് കൂടുതലായിരുന്നു. വീട്ടിൽ വരുന്നത് പോലെ ലക്ക് കെട്ട് വേശ്യകളോടൊപ്പമാണ്. പാവം സ്നേഹ ഒരുപാട് തല്ലുമായിരുന്നു. ഈശ്വര, സ്നേഹക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? ഇതൊന്നും അല്ല. ഒടുവിൽ ആ സൂരജ് മുതലാളി ഒരു വേശ്യയോടൊപ്പം പോകുന്നതിനിടയിൽ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു. ഒരു സ്ത്രീ ഒരായുസിൽ മൊത്തം കരയേണ്ടത് അവൾ 1 വർഷം കൊണ്ട് കരഞ്ഞു. അറിയോ? കഷ്ടം. എന്തൊക്കെയായാലും എന്നെ നേരിട്ട് വിളിക്കാത്തോണ്ട് ഞാൻ വരുന്നില്ല. എനിക്ക് സുഖമില്ലാത്തോണ്ടാ വരാത്തെന്ന് പറഞ്ഞാ മതി. ചേട്ടൻ പോയിക്കോ. നീ വരില്ലെന്ന് ഉറപ്പാണോ? അതെ ചേട്ടാ. ഹലോ സ്നേഹ. ഹലോ വർമാജി. നോക്ക്, ഇവിടെ വൈഫിന് തീരെ സുഖമില്ല. അതുകൊണ്ടിപ്പോ ഇന്ന് രാത്രി ഡിന്നർ എനിക്ക് വരാനാകില്ല. ഐ എം സോറി. വർമാജി പ്ലീസ്, അവർ വരുന്നില്ലെങ്കിൽ വർമാജി ഒറ്റയ്ക്ക് വന്നോളൂ. അയ്യോ, അത് പറ്റില്ല. നോക്ക്, വിവാഹശേഷം ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഭാര്യയെ കൂട്ടിയേ പോകാറുള്ളൂ. ശരി, അപ്പം നമുക്ക് രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ചേട്ടൻ എന്താണ് ലേറ്റ് ആയ? 10 മിനിറ്റ് അല്ലേ ലേറ്റ് ആയിരുന്നു. മിനിമോൾ സ്കൂൾ ഗ്രൗണ്ടിലും ഉണ്ടാവും. അയ്യോ അയ്യോ മോളെ, നോക്ക്, മിനിമോളെ അവർ തട്ടിക്കൊണ്ടുവന്നു. ഡ്രൈവർ, വണ്ടി പെട്ടെന്ന് പെട്ടെന്ന്. അയ്യോ നിക്കടാ അവിടെ. മിനിമോളെ, എടാ, നിങ്ങൾ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകണല്ലേ? നിങ്ങൾ ആരാ? മിനിമോളെ, നീ കളിക്കണ്ട. വിലാസിനിയെ
ഞാൻ ഒറ്റ തവണ അവളെ വീടൊന്ന് കാണിച്ചോട്ടെ. അധികം കളിച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ വീട്ടിലൊന്ന് വെട്ടും. ഇങ്ങോട്ട് വാ. വിടറോ? മോളെ, മിനിമോളെ വരാൻ. വാ, വേഗം വാ. വേഗം. മര്യാദയ്ക്ക് കേറാനാ നിന്നോട് പറഞ്ഞെ. അങ്ങോട്ട് നടക്ക്. മര്യാദയ്ക്ക് കേറടി. അവർ കൊണ്ടുപോയടാ. ചേട്ടാ വേഗം. ഡ്രൈവർ, വണ്ടി എടുക്ക്. എന്തേ, ഇനി ഉറങ്ങിയില്ലേ? മോളെ എനിക്ക് ആകെ പേടി തോന്നുന്നു. അവൾ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങി പോവുമോ? ഒരു പെൺകുട്ടിയാ. എന്റെ ചേട്ടാ, ചേട്ടൻ പ്രശ്നമാക്കണ്ട. നാളെ മുതൽ ഞാനും സ്കൂളിലേക്ക് ചെല്ലാം. നമുക്ക് ഒരുമിച്ച് വരാം, പോരെ? ചേട്ടൻ ഇതെല്ലാം ആലോചിച്ച് വെറുതെ ഉറക്കം കളിയോ ടെൻഷൻ അടിക്കുകയോ വേണ്ട. ദേ ഉറങ്ങൂന്നേ, സമയം അർദ്ധരാത്രി കഴിഞ്ഞു കേട്ടോ. ദേ മോളെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ചേട്ടന് തോന്നുന്നതാവും. ഒന്ന് ഉറങ്ങാൻ നോക്ക്. നോക്ക് മോളെ, ഇത് എന്റെ തോന്നലല്ല. എന്താ പ്രശ്നം? നീ വാ വാ. ഈ ചേട്ടന്റെ ഒരു കാര്യം. എടി വാതിലിതാ തുറന്നു നടക്കുന്നു. പോയിന്ന് നോക്ക്. മിനിമോളെ, മിനിമോളെ. അയ്യോ, മിനിമോൾ ഇതേ പോകുന്നു. അയ്യോ മിനിമോളെ. മിനിമോളെ, മിനിമോളോ? ഞാൻ മിനിമോളല്ല. മിനിമോളെ, മോളെ അവിടെ നിൽക്കാൻ. മോളെ നിന്നോട് പറഞ്ഞത്. മിനിമോളെ, മോളെ, മിനിമോളെ. മിനിമോളെ, വിടെന്നെ. എന്ത് കാര്യം? മോളെ. മോളെ, വിട്. ഞാൻ മോളെ, മിനിമോളല്ല. എന്താ നീ പറയുന്നത്? യാസ്മീന. നിങ്ങളൊക്കെ ആരാ? ഇങ്ങോട്ട് വാടി. മിണ്ടാണ്ടിരിക്ക്. വിട്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. നടക്കടി ഇങ്ങോട്ട്. നടക്ക്. വിടെന്നെ. വാ, വന്ന് കിടക്ക് ചേട്ടാ. കൃഷ്ണ, ചേട്ടാ എന്താ ഇത്? ഇങ്ങനെ ഉറക്കൊഴിച്ച നാളെ ജോലിക്ക് പോവേണ്ടതല്ലേ? മോളെ എനിക്ക് ആകെ മടുത്തു. സത്യം പറഞ്ഞ ജീവിക്കാനുള്ള ആഗ്രഹമേ പോയി. ചേട്ടാ എല്ലാം ശരിയാവും, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. പിന്നെ നോക്ക്, മറ്റൊരു വാ വയറ്റിലുണ്ട്. നമുക്കൊന്ന് പോയി ഡോക്ടറെ കാണണ്ടേ? ഞാനത് മറന്നു. നമുക്ക് നാളെ പോവാം. അങ്കിളേ, മിനിമോൾ ഇന്നലെ ക്ലാസ്സിൽ ഇറങ്ങിയോടി. ഞങ്ങള് പിടിച്ചു വെച്ചതാ. ഇത് പല തവണയാ നടക്കുന്നു. അങ്കിളൊന്ന് ശ്രദ്ധിച്ചോണേ. ശരി. ഇന്നലെ രാത്രി ആ സമയത്ത് ഞാനത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ മിനിമോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയനെ. അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വർമാജിക്കിനെ ടെൻഷൻ അടിക്കില്ലേ? ആ ഒരു ഓപ്പറേഷൻ നടത്തിയ മിനിമോളുടെ പ്രശ്നം സോൾവ് ആകുമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ കുട്ടി കോമ സ്റ്റേജിലാകില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാ? അവൾ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ഒരല്പം കൂടി ക്ഷമിക്കൂ വർമാജി, എല്ലാം ശരിയാവും. രാവിലെ തുടങ്ങുന്ന പഞ്ചാരടിയാ വൈകുന്നേരം വരെ നീളും. ഓ, ഇവന്റെ ഒക്കെ തലയിൽ വരച്ച വര എന്റെ കാലിന്റെ അടിയിലെങ്കിലും ഒന്ന് വരച്ചാ മതിയായിരുന്നു. ആ രാജൻ സാറേ, അവന്റെ മകളുടെ വട്ട് കൂടിയെന്നാ പറഞ്ഞു കേട്ടത്. ആ നമുക്കിത് വെച്ചൊരു കളി കളിച്ചാലോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പാലക്കാട് നിന്നുള്ള ലോഡ് വന്നോ? ഇപ്പൊ എത്തും സർ. ഓക്കെ.